ശരി, ഇപ്പൊ നിങ്ങളൊരു വീഡിയോ കണ്ടിരുന്നു. അത് എനിക്ക് മാത്രമല്ല പല ആളുകൾക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? ഏതാണ് ഈ വീഡിയോ? സമസ്ത വിഷയമായിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നത്. കറക്റ്റ് ആണ് ഈ പറഞ്ഞത്. ഒന്ന് കൊരക്കുന്നത് എന്ന് പറഞ്ഞൊരു പദപ്രയോഗം. സമസ്തന്റെ സീനിയർ നേതാവും ജാമ്യനൂരിയിൽ നിന്ന് അന്നത്തെ കാലത്ത് ശംസുലുലമ കോട്ടുമല ഉസ്താദിൻ്റെ കിതാബ് ഓതി ഫസ്റ്റ് റാങ്കോടുകൂടി വിജയിച്ച ഒരു മഹാന് മൊയ്സുസുന്ന ഷെയ്ഖുന മുക്കം ഉമർ ഉസ്താദിനെ പറ്റി സോഷ്യൽ മീഡിയയിൽ വളരെ കണ്ടാലറുക്കുന്ന അല്ലെങ്കിൽ മുർത്തദായി പോകുന്ന വാക്കുകളൊക്കെയാണ് ചില ആളുകൾ പ്രയോഗിക്കുന്നത്. എന്തിൻ്റെ പേരിലാണ്? സത്യം പറഞ്ഞതിൻ്റെ പേരിൽ, ദീന് പറഞ്ഞതിൻ്റെ പേരിൽ. മുക്കം ഉമർ ഉസ്താദ് പറഞ്ഞത് എന്താണ്? ഒരു ആളായാലൊരു വാക്ക് പാലിക്കണം. അത് സയ്യിദാണെങ്കിലും പണ്ഡിതനാണെങ്കിലും ഇതൊക്കെ. പിന്നെ ദീനുണ്ടോ ഓൾക്ക് ബഹുമാനം ഉണ്ടാവും. പിന്നെ അത് ഒരു ഉദാഹരണം വെച്ചിട്ട് പറഞ്ഞതാണ്. അത് ആളെ പേരോ കാര്യങ്ങളൊന്നും മഹാനവറുകൾ പറഞ്ഞിട്ടില്ല. അതങ്ങനെ തന്നെയല്ലേ. അതിൻ്റെ ബാക്കിലുണ്ട് രണ്ട് ബ്ലോഗർമാർ, ഒന്ന് ഷെരീഫ് ഒന്ന് വാഹിദ് എന്ന് പറഞ്ഞ രണ്ട് ബ്ലോഗർമാർ. ഇവർക്ക് എന്താ അവകാശമുണ്ട്? ഓൽക്കൊരു പണി ഉണ്ടല്ലോ, ബ്ലോഗ് ചെയ്യൽ കാര്യങ്ങളൊക്കെ. ഓൽക്ക് അതെടുത്ത് പോയാൽ പോരെ. സമസ്ത എന്ത് പറയണം, അല്ലെങ്കിൽ സമസ്തൻ്റെ ആലിമീങ്ങൾ എന്താ പറയുന്നു, അതിൻ്റെ ബാക്കിൽ പോയിട്ട് അയാൾ അഡ്രസ്സ് നോക്കിയിട്ട് അയാളെ നാട്ടിൽ ഇങ്ങനെ ഇരുന്നു, അയാൾ നാട്ടിൽ അങ്ങനെ ആയിരുന്നു, അയാൾ നാട്ടിൽ വളരെ മോശമായിട്ടുള്ള ആളായിരുന്നു. എന്തിനാണിതൊക്കെ പൊതുസമൂഹത്തിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്നിട്ടിത് പറയുന്നത്? അപ്പോൾ ഈ വാഹിദിനോടും ഈ ഷെരീഫിനോടൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്നറിയാം. നിങ്ങൾക്ക് ഒരു പണിയുണ്ട്, അത് നിങ്ങൾ ഏൽപ്പിച്ച് നടക്കുക. അതിൽ നിങ്ങൾ കുറേ ചെയ്യണ്ടല്ലേ. ഞങ്ങളതാണ് ഇസ്ലാമികമാണ്, അത് നിങ്ങൾ ചെയ്യാൻ പറ്റാത്ത ഞങ്ങളാരെങ്കിലും നിങ്ങളെ മേക്കിട്ട് കയറാൻ വരുന്നുണ്ടോ? ഉണ്ടോ? അപ്പോൾ സമസ്തൻ്റെ സെക്രട്ടറി എന്ത് പറയണം, അല്ലെങ്കിൽ എന്താണ് പറയേണ്ടത്, അത് നിലക്ക് നിർത്താനും പിന്നെ അതിനൊന്നും ഷെരീഫ് എന്ന് പറയുന്ന വ്ളോഗറും വാഹിദ് എന്ന് പറയുന്ന വ്ളോഗറൊന്നും അതിനൊറ്റൊന്നും വളർന്നിട്ടില്ല. അപ്പം നിങ്ങൾക്ക് പറ്റിയൊരു പണിയുണ്ട്, അത് നിങ്ങളെടുത്ത് നിങ്ങൾ പോവുക. ഇവിടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമൻ്റെ നേതാക്കന്മാർ, അതിൻ്റെ മുഷാവറ മെമ്പർമാർ ഓൽ അള്ളാൻ്റെ ദീന് പറയും. ദീന് പറയാൻ വേണ്ടിയിട്ടാണ് പിന്നെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ പറ്റി വളരെ വ്യക്തമായി കൊണ്ട് മറയില്ലാതെ പറയേണ്ട ദൗത്യം പണ്ഡിതന്മാർക്കുണ്ട്. അത് ഓല് നിർവഹിക്കും. ഇപ്പോൾ ഈ വാഹിദിനോടും ഷെരീഫിനോടൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ മലക്കൊന്നല്ലല്ലോ. നിങ്ങളെ നാട്ടിൽ നിങ്ങൾക്ക് മോശപ്പെട്ട അഭിപ്രായം ഉണ്ടാവും. ഞങ്ങൾ നിങ്ങളെ നാട്ടിൽ വന്നിട്ട് ഷെരീഫിനെ പറ്റിയിട്ടും വാഹിദിനെ പറ്റിയിട്ടും ഞങ്ങൾ സമസ്തൻ്റെ ആൾക്കാർ വന്നിട്ട് അന്വേഷിക്കുകയാണ്. ഷെരീഫിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, എന്നിട്ട് വാഹിദിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് എന്താണ്, എന്നിട്ട് അതൊക്കെ കിട്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ പറയേണ്ട പണി ഞങ്ങൾക്കില്ല. അപ്പം നിങ്ങൾ വളരെ നീചമായിട്ട്, എത്ര നീചമായിട്ടാണ് ബഹുമാനപ്പെട്ട സമസ്തൻ്റെ സെക്രട്ടറി അധിക്ഷേപിക്കുന്നത്, എന്തെല്ലാം അധിക്ഷേപിക്കുന്നത് അല്ലേ. പിന്നെ വാഹിദാണെങ്കിലും ഒന്നാലോചിക്കുക, പണ്ഡിതന്മാരാണ്, ഓലെ ശരീരത്തിൽ വിഷമുണ്ട് എന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. ഞങ്ങൾ നിങ്ങളെ ബാക്കിൽ നിങ്ങൾ ഈ പറഞ്ഞ സംസ്കാരം ഉണ്ടല്ലോ, അത് സമസ്തൻ്റെ പ്രവർത്തകർക്കോ സമസ്തൻ്റെ നേതാക്കന്മാർക്കോ നിങ്ങൾ ഈ പറഞ്ഞ ഈ സംസ്കാരം ഉണ്ടല്ലോ, അത് ഞങ്ങൾക്കില്ല, ഞങ്ങൾ ചെയ്യൂല. ഞങ്ങൾക്കിപ്പോൾ നിങ്ങളെ രണ്ട് നാട്ടിലും വന്നിട്ട് ഒരു പിന്നെ കമ്മിറ്റിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് രണ്ട് ആളെ നിങ്ങളെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചിട്ട് പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾക്കും പറ. ഈ പറഞ്ഞതിന് ഞങ്ങൾക്കും അവകാശം ഉണ്ടല്ലോ. പക്ഷെ നിങ്ങൾ ഈ ചെയ്ത ഈ പണി ഉണ്ടല്ലോ, അത് ഞങ്ങൾക്ക് വയ്ക്കാത്തതുകൊണ്ടല്ല. പക്ഷെ ഞങ്ങളെ സംസ്കാരത്തിന്, ഞങ്ങളെ സമസ്തൻ്റെ ഒരു അനുയായികളാണ്, ആ പ്രസ്ഥാനത്തിനൊരു അന്തസ്സുണ്ട്. അന്തസ്സ് കളഞ്ഞിട്ട് ഞങ്ങൾ ചെയ്യൂല. അത് കരുതിയിട്ട് ആണ് ഞങ്ങൾ ഇതിന് പ്രതികരിക്കാത്തത്. അപ്പം എന്താ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്യരുതൊന്നും നിങ്ങളെ പണിയല്ല. നിങ്ങളെ പണി വേറുണ്ടല്ലോ, ആ പണി നിങ്ങൾ എടുക്കുക. സമസ്തൻ്റെ ആലിമീങ്ങൾ, അതായത് പണ്ഡിതന്മാർ, നിങ്ങൾക്ക് സമസ്ത ചിലപ്പോൾ അലർജി ആയിരിക്കും. അപ്പം സമസ്തൻ്റെ ആലിമീങ്ങൾ ഇവിടെ ദീന് പറയും. പിന്നെ ഈ പത്രത്തിലും ഈ സോഷ്യൽ മീഡിയയിലും ഈ ചാനലിലും വരുന്ന കാര്യങ്ങളൊന്നും പൊന്നാറ വാഹിദ് ഷെരീഫ് അതൊന്നും എന്തല്ല, സത്യങ്ങളല്ല. ഇവിടെ ലീഗ് അനുകൂലികൾ, ലീഗ് പ്രതികൂലികൾ, അല്ലെങ്കിൽ പാണക്കാട് അനുകൂലികൾ പാണക്കാട് പ്രതികൂലികൾ എന്ന് പറഞ്ഞ ഒരു സംഭവം ഇവിടെ ഇല്ല. ഈ പറയപ്പെടുന്ന ഞാൻ മുസ്ലിം ലീഗുകാരനാണ്. പാണക്കാടിൻ്റെ നിങ്ങളേക്കാളും വലിയ പാണക്കാട്ടുകാരനാണ് ഞാൻ. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നതൊക്കെ കണ്ടിട്ട്, അല്ലെങ്കിൽ മീഡിയകളിൽ വരുന്നതൊക്കെ കണ്ടിട്ട് അത് വള്ളം പിന്നെ കൂട്ടാതെ മുണുങ്ങുന്നുണ്ടല്ലോ, ആ സ്വഭാവം നിർത്തുക. ഇതൊന്നും ശരിയല്ല. സമസ്തൻ്റെ ആലിമീങ്ങൾ ആരും പാണക്കാട് സാദാത്യങ്ങൾക്ക് എതിരില്ല, മുസ്ലിം ലീഗിനും എതിരില്ല.
പിന്നെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന മുഈസുസ്സുന്ന ഷെയ്ഖുന മുക്കം ഉമർ ഫൈസി ഉസ്താദ് തവ്വലല്ലാഹു ഉംറ മഹാനവറുകളുടെ ഒരു പ്രഭാഷണമാണിപ്പോൾ, പ്രത്യേകിച്ച് നമ്മളുടെ സമുദായ പാർട്ടി മുസ്ലിം ലീഗിന്, ഞാനും മുസ്ലിം ലീഗുകാരനാണ്, നമുക്ക് ഭയങ്കരമായിട്ട് ഉയർത്തിപ്പിടിച്ച് സോഷ്യൽ മീഡിയയിൽ കുഫിരിയത്തേക്ക് വരെ പോകുന്ന, മുർത്തദ്ദാകുന്ന വിഷയം വരെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പറയാണ്. എന്തിൻ്റെ പേരിൽ? ഉമർ ഫൈസി ഉസ്താദ് പാണക്കാടുത്തെ തങ്ങന്മാരെ പറ്റി പറഞ്ഞു, പൂക്കോയ തങ്ങളെ പറ്റി പറഞ്ഞു. ബഹുമാനപ്പെട്ട ഒരു അള്ളാൻ്റെ ഔലിയാക്കൽപ്പെട്ട മഹാനാണ് വലിയുല്ലാഹി ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ. അത് മഹാനവറുകൾ തന്നെ പറഞ്ഞതാണ്. എന്നിട്ട് അത് പിന്നെ വളച്ചൊടിക്കുക. ജബ്ബാർ റാജി ആണെങ്കിലും ലീഗിൻ്റെ ഏത് നേതാവാണെങ്കിലും ഏത് കൊലകൊമ്പനാണെങ്കിലും ശരി, അത് വളച്ചൊടിക്കുക. നിങ്ങൾ എന്ത് കളവ് പറഞ്ഞിട്ടും പൊന്നാര അബീബിങ്ങളെ കാര്യമല്ല. സോഷ്യൽ മീഡിയ വളരെ ലൈവായിട്ട് വരികയാണ് ആ പ്രഭാഷണം. എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വെപ്പളാളം ഒരു കാര്യം. ബാഫക്കി തങ്ങളെയും പൂക്കോയത്തങ്ങളെയും മുക്കം ഉമർ ഫൈസി എതിർത്തു. ആള് AKG സെന്ററിൽ നിന്ന് അച്ചാരം വാങ്ങുന്ന ആളാണ്, മറ്റതാണ് മറിച്ചാണെന്ന് പറഞ്ഞിട്ട് ബാഫക്കീത്തങ്ങളെയും പൂക്കോയത്തങ്ങളെയും വാനോളം ഉയർത്തിപ്പിടിച്ചൊരു പ്രഭാഷണമാണ്. നിങ്ങൾക്ക് കേട്ടാൽ അറിയാം എന്താണ് പറയുന്നത്. ബഹുമാനപ്പെട്ടവർ, ബാഫക്കീത്തങ്ങളും പൂക്കോയത്തങ്ങളും ഈ പൈതൃകല്ലാണ് ഇപ്പോൾ, ഈ വികൃത പൈതൃകല്ലാണ് ഇപ്പോൾ പ്രശ്നം. അത് വളരെ കൃത്യമായിട്ട് ബഹുമാനപ്പെട്ട ശൈഖുന പറയുന്നുണ്ട്. ഏത്? പൂക്കോയത്തങ്ങളും ബാഫക്കീത്തങ്ങളും ഇവിടെ നമുക്ക് കാണിച്ചു തന്നൊരു പൈതൃകമുണ്ട്. ആ പൈതൃകത്തു കൂടിയാണ് നമ്മൾ നടക്കേണ്ടത്. പാണക്കാടത്ത് ഇന്നത്തെ ഈ തലമുറ, ചെറിയ തലമുറ എന്നല്ല, ഇപ്പോഴുള്ള ഈ തലമുറയും നമ്മളെ പണ്ഡിതന്മാരും നമ്മളെല്ലാവരും പിന്നെ ഏത് പൈതൃകമാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്? ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ, ബഹുമാനപ്പെട്ട സയ്യിദ് പൂക്കോയ തങ്ങൾ റളിയല്ലാഹു അൻഹും, ഈ മഹാന്മാരുടെ പൈതൃകമാണ് നമ്മൾ പിൻപറ്റേണ്ടത് എന്നാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്. അതിനെ വളച്ചൊടിച്ച് പൂക്കോയത്തങ്ങളെയും ബാഫക്കി തങ്ങളെയും പൈതൃകമല്ല നമ്മൾ പിൻപറ്റേണ്ടത് എന്ന് അവിടെ അങ്ങനെ ആക്കി തീർത്ത്. അങ്ങനെയാണോ ബഹുമാനപ്പെട്ട? നിങ്ങൾ അതിൽ നോക്കിയാലും അറിയും. ഞാൻ 10 വട്ടം പിന്നെ പ്രഭാഷണം കേട്ടതാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുനാന്റെ. എന്നിട്ട് ഈ സ്വഹാബികളും ഈ സമുദായ പാർട്ടിയും വാഫികളും മൂരികളും കോഫികളും പിന്നെ ഈ കുതവികളും മൊത്തത്തിൽ നിറങ്ങിയിട്ട് ബാഫക്കി തങ്ങൾക്കെതിരെ പ്രസംഗിച്ചു, പൂക്കോയ തങ്ങൾക്കെതിരെ പ്രസംഗിച്ചു, സാദിഖ് അലി തങ്ങൾക്കെതിരെ പ്രസംഗിച്ചു എന്ന് പറഞ്ഞ് വരുത്തി തീർക്കാം. ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങളെ പറ്റിയും പൂക്കോയ തങ്ങളെ പറ്റിയും മഹാനവറുകൾ ഒന്നും പറഞ്ഞിട്ടില്ല. മഹാനവറുകൾ എന്താ പറഞ്ഞത്? നിങ്ങൾ കേവലോലം ഇതാണ് പറയുന്നത്, ഞാൻ അള്ളാന്റെ ഔലിയാക്കളിൽപ്പെട്ട മഹാന്മാരാണ് പൂക്കോയ തങ്ങളും ബാഫക്കി തങ്ങളും എന്നാണ് ഞാൻ പറയുന്നത് എന്നാണ് മഹാനവറുകൾ പ്രസംഗിത്ത തന്നെ പറയുന്നത്. ആ ഒരു പാരമ്പര്യമാണ് നമ്മൾ പിൻപറ്റേണ്ടത്. ആ പാരമ്പര്യമാണ് ഇന്നത്തെ പാണക്കാടത്തെ നമ്മളെ സാദാത്യങ്ങളും പിൻപറ്റേണ്ടത്. ആരുടെ പാരമ്പര്യമാണ്? പൂക്കോയ തങ്ങളുടെയും ബാഫക്കി തങ്ങളുടെയും പാരമ്പര്യം. അതാണ് പിൻപറ്റി വരേണ്ടത്. അതാണ് മഹാനവറുകൾ പറഞ്ഞത്. പിന്നെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് എന്താണ്? സമദ് പൂക്കോട്ടൂർ ഒരു കാര്യം പറഞ്ഞിരുന്നു ഇന്നലെ, അല്ലാതെ പ്രഭാഷണം, അതും യൂട്യൂബിൽ അടിച്ചാൽ കിട്ടും നിങ്ങൾക്ക്. സമദ് പൂക്കോട്ടൂർ എന്താ പറഞ്ഞത്? ഇപ്പൊ സമദ് പൂക്കോട്ടൂർ ഓന്തിന്റെ മരിക്ക് നിറം മാറും, അത് വേറെ വിഷയം. നിറം മാറുന്നതിന് ഇവിടെ ഒരു രക്ഷയില്ല. മൂപ്പര് പറഞ്ഞതാണ്, ഞാൻ അങ്ങനെയാണ് പറഞ്ഞത് ഇങ്ങനെയാണ് പറഞ്ഞത്, അത് പറഞ്ഞിട്ട് കാര്യമല്ല. ഇവിടെ സോഷ്യൽ മീഡിയയിൽ ഇന്നും ആ പ്രഭാഷണം ഉണ്ട്. സാദിഖ് അലി തങ്ങളോട് ഇന്നലെ രാവിലെ ഞാൻ പോയിരുന്നു, അല്ലെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ പോയി, ഞാൻ വഫിയെ പറ്റി ഞാൻ പറയട്ടെ എന്ന് ചോദിച്ചു. സാദിഖ് അലി തങ്ങൾ പറഞ്ഞു, സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരു ഡിമാൻഡാണ് വെച്ച് കഴിഞ്ഞാൽ ആ ഡിമാൻഡ് വാഫി പിന്നെ CICന്റെ നേതൃത്വം അംഗീകരിക്കണില്ല എങ്കിൽ സാദിഖ് അലി അതിൻ്റെ ബാക്കിൽ മുമ്പിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞോളൂ പിന്നെ അബ്ദുസമദ് എന്ന് പറഞ്ഞു. തങ്ങളെ കാണണമെങ്കിൽ, തങ്ങളെ അറിയണമെങ്കിൽ അവിടെ പോകണമെന്നും അബ്ദുസമദ് അതിൽ ഇത് വരുത്തി തീർത്തു. അപ്പോൾ സമുദായത്തിൻ്റെ ഇടയിലും സോഷ്യൽ മീഡിയൻ്റെ ഇടയിലും പിന്നെ വസ്വാസായി. അതാണ് പിന്നെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന പറഞ്ഞത്. അബ്ദുസമദ് പൂക്കോട്ടൂർ ഇതാണ്. അപ്പം ആ പൈതൃക സമ്മേളനത്തിൽ അബ്ദുസമദ് പൂക്കോട്ടൂർ എന്തായിരുന്നു പറയേണ്ടത്? തങ്ങളെ, നിങ്ങളല്ല പറഞ്ഞത് ഒരു ഡിമാൻഡ് സമസ്ത വെച്ചാൽ അതിലപ്പുറം ഞാൻ കടക്കൂല, അതിൻ്റെ അപ്പുറം CIC കടക്കണ ഞാൻ രാജിവെക്കും എന്നല്ല തങ്ങൾ പറഞ്ഞത് എന്ന് അബ്ദുസമദ് പൂക്കോട്ടൂർ പൈതൃക സമ്മേളനത്തിൽ വെച്ച് സാദിഖ് അലി തങ്ങളോടൊന്ന് പറഞ്ഞു കൂടായിരുന്നില്ലേ? അതല്ലേ പൈതൃകം എന്നാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുനെ ചോദിച്ചത്. അത് പിന്നെ എന്താക്കി? പാണക്കാടത്തെ തങ്ങൾമാരെ പറ്റി അത് പറഞ്ഞു, ഇത് പറഞ്ഞു, മറ്റത് പറഞ്ഞു, ഇത് മറിച്ചത് പറഞ്ഞു, പറഞ്ഞിട്ട് എന്തെല്ലാം പിന്നെ പപ്രാളങ്ങൾ. അദ്ദേഹം രാജിവെക്കണം, മിച്ചറിന്ന് കടല വലിച്ചെറിയുന്ന മരുക്കെടുത്ത് വലിച്ചെറിയണം, എന്തൊക്കെയാ പറയുന്നത്?
ഇവിടെ ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമന്റെ ചരിത്രം പഠിച്ചവർക്ക് എല്ലാവർക്കും അറിയാം, ഒരു ആലിമോ അല്ലെങ്കിൽ ഒരു പ്രവർത്തകനും പാണക്കാട് കുടുംബത്തിന് എതിരാകൂല. എങ്ങനെയാണ് പാണക്കാട് സാദാത്യങ്ങൾക്ക് നമുക്ക് എതിരാകാൻ കഴിയുക? ഒരിക്കലും കഴിയൂല. പിന്നെ ഇപ്പോഴുള്ള പ്രശ്നം എന്താണ്? പിന്നെ CIC എന്നുള്ള സംവിധാനം പിന്നെ എത്രയോ വട്ടം മസലാത്ത് ചർച്ച ആയിരിക്കും, ഞാൻ കിടക്കുന്ന ആവശ്യമില്ല, അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. 10ഉം 20ഉം വട്ടം മസലാത്ത് ചർച്ച നടന്നിട്ട് 15 ദിവസം 20 ദിവസം 2 മാസം ഒരാഴ്ച 3 ദിവസം കഴിഞ്ഞിട്ടൊക്കെ മറുപടി പറയാന്ന് പറഞ്ഞതാ. ഇതുവരെ അതിനെപ്പറ്റി ഒരു തീരുമാനം നമ്മുടെ സമുദായ പാർട്ടിയോ അല്ലെങ്കിൽ നമ്മളുടെ പിന്നെ പറയപ്പെടുന്ന ആൾക്കാർ എടുത്തിട്ടില്ല, നടപടി എടുത്തിട്ടില്ല. നടപടി എടുക്കാത്തതിന്റെ പേരിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ 5 കൊല്ലം 10 കൊല്ലം ഇതിന്റെ ബാക്കിൽ നടക്കലെടുത്തിട്ട് അത്രയും ക്ഷമിച്ച് അടിയിക്ക് പോയിട്ട് പിന്നെയാണ് ഇതിനെ പറ്റി തീരുമാനം എടുക്കുന്നത്. ഇപ്പൊ ഇന്ന് ഞാനൊരു ഉദവിനോട് സംസാരിച്ചപ്പോൾ ആ ഉദവി എന്നോട് പറഞ്ഞതാണ് ഇതുമായി ബന്ധപ്പെട്ട് സമസ്ത. ഞാൻ പറഞ്ഞു, ഞാൻ സമസ്തന്റെ ഇന്ത്യ തെരീക്കത്ത് സമസ്തയാണ്, സമസ്ത ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിൽക്കണം. അപ്പൊ മൂപ്പര് പറഞ്ഞതാണ് സമസ്ത തീരുമാനം എടുത്തിട്ടില്ലല്ലോ. ആരെങ്കിലും പറഞ്ഞു, എല്ലാ പത്രത്തിലും വന്നല്ല നിങ്ങൾ കണ്ടില്ലേ? അപ്പൊ മൂപ്പര് പറഞ്ഞില്ല, അത് സമസ്തന്റെ തീരുമാനമായിട്ട് ഗണിക്കാൻ പറ്റൂല, സമസ്തന്റെ തീരുമാനം പാണക്കാട് സാദിഖലി തങ്ങളാണ് പറയേണ്ടത്. അപ്പൊ ഞാൻ ചോദിച്ചു മൂപ്പരോട്, അതിന് സാദിഖലി തങ്ങൾ സമസ്തന് മുഷാവറയിൽ മെമ്പർ അല്ലല്ലോ, മുഷാവറയിൽ മെമ്പർ ആണെങ്കിലും മൂപ്പര് കൂടിയില്ലെങ്കിൽ അത് നമ്മൾ അംഗീകരിക്കൂല എന്ന് പറയാം. മൂപ്പര് സമസ്തന്റെ മുഷാവറ അംഗമല്ലല്ലോ. അപ്പൊ മൂപ്പര് പറയാനുണ്ട് സാദിഖലി തങ്ങൾ മുഷാവറിന്റെ മുകളിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അത് എനിക്ക് അംഗീകരിക്കാൻ പറ്റൂല, ഇന്ത്യ തെരീക്കത്തും ഇന്ത്യ വഴിയും സമസ്തന്റെ മുഷാവറാണ്. അപ്പൊ ഞാൻ എനിക്കത് അംഗീകരിക്കാൻ പറ്റൂല. അപ്പൊ ഈ മാന്യദേഹം പറഞ്ഞത് എന്താണ്? ഉദവി അത് അംഗീകരിക്കൽ നിർബന്ധമാണ്, കാരണം ഇവിടെ തങ്ങളെ അത് പറയാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്, അതിന്റെ മുമ്പെയാണ് സമസ്ത തീരുമാനം എടുത്തിക്കുന്നത്, അതുകൊണ്ട് അത് സമസ്തന്റെ തീരുമാനം ആകൂല. എങ്ങനെയുണ്ട്? അപ്പൊ ഈ ചരിത്രം വളച്ചൊടിച്ചിട്ട് ഇവിടെ ചിത്രത ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ചിത്രത ഉണ്ടാക്കാൻ അല്ലേ? ഈ വഫിയ CICയുമായിട്ട് എത്രയോ ചർച്ചകൾ നടത്തിയതാണ്. ഇപ്പൊ ലാസ്റ്റ് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉമ്മ ബഹുമാനപ്പെട്ട പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ എന്താ പറഞ്ഞത്? 3 ദിവസം കൊണ്ട് അതിന്റെ തീരുമാനം പറയാമെന്ന് പറഞ്ഞതാണ്. അതിപ്പോ ഒരു കൊല്ലാകാനായി, ഒരു തീരുമാനം പറഞ്ഞിട്ടില്ല. അപ്പൊ സമസ്തന്റെ റൂട്ടിൽ കൂടി പോണു. അപ്പൊ പറയാതെ സമസ്തന്റെ തീരുമാനമല്ല, സമസ്തന്റെ മുഷാവറ തീരുമാനമല്ല, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്. പിന്നെ ബഹാവുദ്ദീൻ ഉസ്താദ് അതിനോട് അനുകൂലല്ല. ബഹാവുദ്ദീൻ ഉസ്താദ് ഇരിക്കണ മുഷാവറയിലാണ് ഈ മുഷാവറ ഈ തീരുമാനിക്കുന്നത്. ഏത്? CICയുമായി സമസ്തക്ക് ഒരു ബന്ധമല്ലാണ്. അപ്പൊ ബഹാവുദ്ദീൻ ഉസ്താദ് അവിടുന്ന് നീച്ചെന്ന് പറയണം, എന്ത്? ഈ തീരുമാനത്തിന് ഞാൻ അനുകൂലിക്കൂല, എന്നെ മൂപ്പരിന്ന് എണീച്ച് പോരാ വേണ്ടത്. അപ്പൊ അങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടില്ലല്ലോ. അപ്പൊ ഒറ്റക്കെട്ടായിട്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ജാമി ആലിക്കുട്ടി ഉസ്താദും സയ്യിദുൽ ഉലമയും എല്ലാവരും കൂടെ ഒപ്പെടുത്തൊരു തീരുമാനമാണിത്. CICയുമായിട്ടുള്ളൊരു തീരുമാനം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നിട്ട് അതിന്റെ ഇടയിൽ അതാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉമർ ഫൈസി ഉസ്താദ് പറഞ്ഞത്. അപ്പൊ അതിനോടനുബന്ധിച്ച് മൂപ്പര് കുറെ കാര്യങ്ങൾ പറഞ്ഞു. സമസ്തക്ക് എതിരായത് ഇപ്പൊ ആരാണെങ്കിലും ഇനിയിപ്പോ നാളെ മുതൽ ഉമർ ഫൈസി ഉസ്താദ് സമസ്തക്ക് എതിരാണ്, സമസ്തയിൽ നിന്ന് പുറത്തേക്കിടും. അതാണ് സമസ്തന്റെ ചരിത്രം. അപ്പൊ ഉമർ ഫൈസി ഉസ്താദ് പറഞ്ഞു, ഇത് സമസ്തന്റെ നയല്ല, സമസ്തന്റെ പാരമ്പര്യം, സമസ്തന്റെ പൈതൃകം എന്നുള്ളത് സമസ്തന്റെ തീരുമാനത്തിന് ഒപ്പം നിൽക്കുക എന്നുള്ളതാണ്. അതാണ് പോക്കോ തങ്ങളുടെയും ബാഫക്കി തങ്ങളുടെയും പൈതൃകം. അല്ലാതെ ഇപ്പൊ ഈ പൈതൃകം കാണിക്കുന്നത് സമസ്തന്റെ പൈതൃകമല്ല. സമസ്തക്ക് എതിര് ചെയ്യാം, തഹിയ ഫണ്ടിനെതിരുന്ന്, ശതാബ്ദി യാത്രയ്ക്ക് എതിരുന്ന്, 100ാം വാർഷികത്തിന് എതിരുന്ന്, എല്ലാത്തിനും എതിര് നിൽക്കുക, എല്ലാത്തിനും എതിര് നിന്നിട്ട് പൈതൃക സമ്മേളനം നടത്തുക. എന്നിട്ട് അതിന് ഞങ്ങളാണ് പൈതൃകത്തിന്റെ ആള്. അപ്പൊ ഉമർ ഫൈസി ഉസ്താദ് പറഞ്ഞു, ഷെയ്ഖുന പറഞ്ഞു, എന്ത്? ഇത് സമസ്തന്റെ പൈതൃകമല്ല, സമസ്തന്റെ പൈതൃകം പൂക്കോയത്തങ്ങൾ, ഹൈദരത്തങ്ങൾ പാപ്പ, സെയ്ദ് മുഹമ്മദ് ഷമ്മ തങ്ങൾ പാപ്പ ഓരുടെ പൈതൃകം, അതിപ്പോ നിങ്ങൾ അംഗീകരിക്കണില്ല, അതുകൊണ്ട് നിങ്ങളെ പൈതൃകമല്ല. അതാണ് തങ്ങൾ ബഹുമാനപ്പെട്ട ഷെയ്ഖുന പറഞ്ഞത്. അത് ശരിയല്ല പറഞ്ഞത്. സമസ്തന്റെ തീരുമാനം എടുക്കട്ടെ, സമസ്തന്റെ തീരുമാനം അംഗീകരിക്കട്ടെ. സമസ്തന്റെ തീരുമാനം അംഗീകരിച്ചു വരികയാണെങ്കിൽ സമസ്തന്റെ ഒപ്പം ഉണ്ടാവും. പിന്നെ മൂപ്പര് പറഞ്ഞ് ഇപ്പൊ തങ്ങളാണെങ്കിലും മൂല്യരാണെങ്കിലും ഇബ്രാഹിം നബിന്റെ ഏതൊക്കെ നബിമാരുടെ ചരിത്രം മൂപ്പര് പറഞ്ഞു. ഓലിക്കൊക്കെ ദീനുമായിട്ട് ബന്ധമുണ്ടോ, ദീനിലാണോ, ദീനുമായിട്ട് ബന്ധമുണ്ടോ? ഇബ്രാഹിം നബിന്റെ ഏതൊരു നബിനെ പറ്റി വാപ്പനെ പറ്റി പറഞ്ഞു. പിന്നെ ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. അപ്പൊ അള്ളാന്റെ ദീനുണ്ടോ, ബഹുമാനം ഉണ്ടാവും, കാര്യങ്ങളുണ്ടാവും. അത് ഉണ്ടാവില്ലെങ്കിൽ ഇല്ല എന്നാണ് തന്നെയാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന പറഞ്ഞത്. അത് ഇസ്ലാമിന്റെ നയാണ് പറഞ്ഞത്, ദീനിന്റെ നയാണ് മൂപ്പര് പറഞ്ഞത്. അതിനെന്താ ചെയ്ത തെറ്റ്? അത് നിങ്ങൾ കയറ് പൊട്ടിച്ചിട്ടൊന്നും കാര്യമല്ല. നിങ്ങൾ ഇനി കയറല്ല എന്ത് പൊട്ടിച്ചിട്ടും പൊന്നാന മക്കളെ ഇത് നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല. സമസ്തന്റെ ആലിമീങ്ങൾ ഇപ്പൊ നിങ്ങൾ കൂച്ചുവിലങ്ങ് ഇട്ടല്ലോ, അല്ല കൂച്ചുവിലങ്ങ് ഇട്ടു, ഉമർ ഫൈസി പിന്നെ മാപ്പ് പറഞ്ഞു, മറ്റത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു നിങ്ങൾ വരുന്നുണ്ടല്ലോ. എന്തെന്നെ പറഞ്ഞാലും
നിലപാട് ദീന് സുന്നത്ത് ജമാഅത്ത് സമസ്ത പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിൽ യാതൊരു സംശയമല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.